മക്കളോടുള്ള മകനായാലും മകളാണെങ്കിലും ഇത്തരം ഭ്രാന്തമായ ഒരു അവസ്ഥകളൊക്കെ കൊണ്ടെത്തിക്കുന്നത് ഇതുപോലുള്ള കൊലപാതകങ്ങൾക്കല്ലേ. 1000 പേര് ഇരുത്തിക്കൊണ്ടൊരു ബലിയിട്ടാലൊന്നും അതിന് ഫലം ചെയ്യത്തില്ല, ഗുണം ചെയ്യത്തില്ല. എൻ്റെ അനുഭവത്തിലുള്ള കാര്യവും പറയുന്നത് 2 കൊച്ചുമക്കളുടെ മുമ്പിലിട്ട് വെട്ടിക്കൊന്ന് പകയോടുകൂടി നിൽക്കുന്ന അമ്മായിയും അവർക്ക് മാനസികമായ തകരാറുണ്ടോ? കാരണം അവർ എത്രയോ കാലമായി അടക്കി വെച്ച ഈ മരുമോൾ എങ്ങനെ പെരുമാറുമെന്നുള്ള രണ്ടാമത്തെ കാര്യം. നമസ്കാരം. നടക്കുന്നൊരു വാർത്തയാണ് ഇന്ന് രാവിലെ ഉണർന്നത്. വാർത്ത കേട്ടാണ് ഉണർന്നത്. എന്താണ്? 2 കുട്ടികളുമായിട്ട് ഉറങ്ങിക്കിടന്ന മരുമകളെ ചായ ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് പ്രമേഹമുള്ള അമ്മ വെട്ടിക്കൊന്നു, അതിദാരുണമായി വെട്ടിക്കൊന്നു. പോലീസ് വന്നപ്പം യാതൊരുവിധ വികാരമില്ലാതെ യാതൊരുവിധ കുറ്റബോധവുമില്ലാതെ അവർ പോലീസിന് കീഴടങ്ങി. ഒന്ന് ആലോചിച്ചു നോക്കൂ. 5-6 വയസ്സുള്ള 2 കുട്ടികളുടെ മുമ്പിലിട്ട് ആ കുട്ടികൾ അലറി വിളിച്ചപ്പോൾ അവരെ തള്ളി മാറ്റിക്കൊണ്ട് ആ മരുമകളെ വെട്ടി കഷ്ണമാക്കിയ ഒരു സ്ത്രീ. ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കാത്ത ചില സത്യങ്ങളുള്ളത്. ഞാനിത് പറയാനുള്ള, ഈ വാർത്ത ചെയ്യാനുള്ള എൻ്റെ ഒരു പ്രധാന കാരണം, എൻ്റെ അടുക്കൽ വരുന്ന ഒരുപാട് മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് മാതാക്കന്മാരുടെ മാതാവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മകളെ കല്യാണം കഴിപ്പിക്കും, മക്കളെ ആൺകുട്ടികളെയും കല്യാണം കഴിപ്പിക്കും. അമ്മമാർക്ക് കുട്ടികളോടുള്ള അമിതമായ ലാളന, അമിതമായ സ്നേഹം, ഈ സ്നേഹം കൊണ്ടെത്തിക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ഭർത്താവൊക്കെ മരിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ മകനോടുള്ള, എനിക്ക് ഞാൻ 2-3 അനുഭവങ്ങളായി, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ ചിലതൊക്കെ നമുക്ക് ഒരിക്കലും, ഞാനവരെ നല്ലവണ്ണം ചീത്ത പറയല്ല, വഴക്ക് വില പറയും. അവന് ഒരു മനുഷ്യനെ, ഒരു പുരുഷനെ, മകനെ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് വിവാഹബന്ധം ഉറപ്പിച്ച് അവർക്കൊരു ജീവിതം കൊടുക്കുന്നതിന് പകരം വീണ്ടും അവനെ ചേർത്ത് പിടിച്ച് അവർ സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ ഈ അമ്മയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത, മരുമോൾ ഉടുക്കുന്ന സാരിയെക്കുറിച്ച് കുറ്റം പറയുക, അവളുടെ ബ്ലൗസിൻ്റെ ഇറക്കത്തെക്കുറിച്ച് കുറ്റം പറയുക, അവളെ ലിഫ്റ്റ് ഇട്ടാൽ കുറ്റം പറയുക, ഇവർക്ക് ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിക്കാൻ കഴിയാത്ത എല്ലാം തന്നെ തൻ്റെ മകൻ്റെ ഭാര്യ അനുഭവിക്കുന്നത് കാണുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സ്ത്രീ. അവളെന്തിനാണ് മുല്ലപ്പൂ വയ്ക്കുന്നത്? അവനെന്തിനാണ് എൻ്റെ മകൻ സ്കൂട്ടറിൽ പോകുമ്പോൾ ചേർത്ത് പിടിക്കുന്നത്? ഞങ്ങളുടെ പ്രായത്തിൽ ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെയുള്ള എന്നോടൊരു അമ്മ വിളിച്ച് പറയുന്നത് കേട്ടാൽ ഞാൻ ഇവരോട് പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് പറയുന്ന മുഴുവൻ ഈ മരുമകളുടെ കുറ്റമാണ്. അവൾ പറയുന്നത് മാത്രമാണ് സ്വാമി കേൾക്കുന്നത്. അവനെ ഞാൻ അങ്ങനെ അല്ലല്ലോ വളർത്തിയത്, അവനെ ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ആക്കിയിട്ട് അവൾ പറയുന്നത് അപ്പുറവൻ. അവൻ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഞാൻ പോയി അവനോട് പറയും, ഞാനാണ് അവൻ എന്നും വിളമ്പി കൊടുക്കാറുള്ളത്. അവൾ വിവാഹം കഴിച്ചതിന് ശേഷം അവൾ വിളമ്പി കൊടുക്കും. അതെന്തിനാണ്? അവൾ കൂടെ ഇരുന്നോട്ടെ, എൻ്റെ മകന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ വിളമ്പി കൊടുക്കുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ അമ്മമാർ തുടങ്ങിയാൽ, ഇങ്ങനെ പൊസസീവായാൽ എന്ത് ചെയ്യും? ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ വിളമ്പി കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിഞ്ഞൂടാ. മക്കളോടുള്ള അമിതമായ ഭ്രാന്ത് അല്ലേ, മക്കളോടുള്ള മകനായാലും മകളാണെങ്കിലും ഇത്തരം ഭ്രാന്തമായ ഒരു അവസ്ഥകളൊക്കെ കൊണ്ടെത്തിക്കുന്നത് ഇതുപോലുള്ള കൊലപാതകങ്ങൾക്കല്ലേ. സ്വസ്ഥതയില്ലായ്മ വരില്ലേ? ഞാൻ എന്തോരം വിഷയങ്ങളാണ് ഇങ്ങനെ ഉള്ളത്. ഈ അമ്മമാരിങ്ങനെ തുടങ്ങിയാൽ എന്താണ്? ചില മക്കളുമുണ്ട്, ആൺമക്കൾ തിരിഞ്ഞു പോലും നോക്കൂല അച്ഛനമ്മമാരെ. അമ്മയോ അച്ഛനെയോ തിരിഞ്ഞു പോലും നോക്കൂല. അങ്ങനെ തിരിഞ്ഞു നോക്കാത്ത അച്ഛൻ മക്കളുടെ അവൻ്റെ 3ാം തലമുറയിൽ അവനെയും തിരിഞ്ഞു നോക്കൂല. മാതാവിനെയും പിതാവിനെയും ഒക്കെ നമ്മൾ സ്നേഹത്തോടെ, ഇത് രണ്ടുമുണ്ട്. ഇതെന്ന ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾക്ക് സ്നേഹമുണ്ടാവണമെങ്കിൽ അല്ലേ, കുട്ടികൾ നമുക്ക് ഒരു വിധി വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ അവർ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിനകത്ത് അങ്ങനെ അച്ഛൻ അമ്മ എന്നുള്ളതൊക്കെ ഒരിതുണ്ടായിരുന്നു. ഒരു അധ്യാപികയായ ഒരു സ്ത്രീയെ ഭർത്താവ് മരിച്ചതിന് ശേഷം മക്കളെയൊക്കെ വളർത്തി. അവരുടെ അവസാന കാലം മകൾ ചെയ്ത കുല ദ്രോഹങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവസാന കാലത്ത് മക്കളെയൊക്കെ ഒരുപോലെ തന്നെ മാതാപിതാക്കൾക്ക് അപ്പം ഏറ്റവും, എന്നിട്ട് അതിൻ്റെ അവസാനമാണ് അവർക്ക് അവരുടെ മക്കളിൽ നിന്നത് കിട്ടും. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സാന്നിധ്യമുണ്ടോ? ഈശ്വര സാന്നിധ്യമില്ലല്ലോ. ആത്മീയമായി ഉയർന്നു നിൽക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. ആശ്രമത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന് അവിടെ വിട്ടുപോകേണ്ടി വരുന്നു. ആ സ്ഥാനം വിട്ട അവസാനം 5 ദിവസം മരണാവസ്ഥയിൽ കിടക്കേണ്ടി വന്നു. ഒരാത്മീയാചാര്യന് അങ്ങനെയുള്ള ഒരവസ്ഥ വരില്ല. അപ്പം 5 ദിവസം 5 മക്കളെ സൃഷ്ടിച്ചതിന് ശേഷം, ആ ഭാര്യയെ മക്കളെ ഉപേക്ഷിച്ചതിന് ശേഷം
ആത്മീയമായ യാത്ര ചെയ്യുമ്പോൾ ആ ഭാര്യ ഉപേക്ഷിച്ച് നല്ല മനുഷ്യനാണ്, അതൊക്കെ ശരിയാണ്, നല്ല മനുഷ്യനാണ് ഈ ആത്മീയാചാര്യൻ, നല്ല മനുഷ്യൻ, ഒരു കുറ്റവും പറയാനില്ല. പക്ഷേ അദ്ദേഹം ഒരു ഭാര്യയെ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവർക്ക് 5 മക്കളുണ്ടായി. 5 മക്കളുണ്ടായപ്പോൾ ഇദ്ദേഹത്തിന് ദാമ്പത്യത്തിൽ നിന്നുണ്ടാകുന്ന വിരക്തി ഉണ്ടാകുകയും ആത്മീയ യാത്ര ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ ജീവിതകാലം മൊത്തം അവിടെയായി. ഭാര്യ എന്താണ്, അവർക്കൊരു ഭർത്താവ്, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവ് കുട്ടികൾ വലിയ വിവാഹം കഴിക്കുന്നു, ആ ഭർത്താവിൽ നിന്ന് കുട്ടികളുണ്ടാകുന്നു, ആ കുട്ടികളെ വളർത്തി പഠിപ്പിക്കുന്നു, ആ ഭർത്താവ് കുട്ടികളെ വിവാഹം കഴിക്കാനുള്ള അവസ്ഥയുണ്ടാകുന്നു, ആ വിവാഹം നിന്ന് നടത്തുന്നു അച്ഛനും ഭർത്താവ്. അങ്ങനെയൊക്കെ ആണല്ലോ പൂർണ്ണത ഉണ്ടാകുന്നത് ജീവിതത്തിൽ. അതൊന്നും ഉണ്ടാകാതെ കുട്ടികളെ സൃഷ്ടിച്ചു കൊടുത്തതിന് ശേഷം ആത്മീയ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ആശ്രമത്തിൽ പോയി ഞാൻ ആത്മീയവാദിയാണ്, എനിക്ക് പിന്നെ ഇനി ഇതോട്ടൊന്നും ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് സ്ഥാപിച്ചാൽ ഒരുപാട് ശിഷ്യന്മാരെയൊക്കെ കിട്ടും. പക്ഷേ ആ ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടുവന്ന ബന്ധങ്ങളിങ്ങനെ കെട്ടുപിടഞ്ഞ് കിടക്കും. അപ്പോൾ 5 ദിവസം മരണാവസ്ഥയിൽ ബോധമില്ലാതെ 5 ദിവസം കിടന്നു. അതാണ് ആ ബന്ധങ്ങൾ, അത് വളരെ ഇതാണ്. ഇത്തരം കാര്യങ്ങൾ ഒരുപാട്. ഇപ്പോൾ രമണ മഹർഷിയെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. രമണ മഹർഷി വേദന, അദ്ദേഹത്തിൻ്റെ ഈ കൈയിൻ്റെ ഇവിടെ ക്യാൻസർ ബാധ എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ ആ പാറപ്പുറത്തിരിക്കുമ്പോൾ ഈ പുഴുക്കൾ ഈ ക്യാൻസർ ബാധ വന്ന് ആ വേദന സഹിക്കുകയാണ്. കാരണം ആ വേദന സഹിച്ചേ പറ്റുള്ളൂ. നമ്മൾ ഓരോ ക്യാൻസർ പുഴു തറയിൽ വീഴുമ്പോൾ അദ്ദേഹം എടുത്ത് തിരിച്ചു വെക്കും എന്നാണ് പറയുന്നത്. അവിടെ കുട്ടികളൊന്ന് ചാണകവെള്ളം കൊണ്ട് പുള്ളിയുടെ ഒഴിക്കുമ്പം യാതൊരു പ്രശ്നവും ഇല്ലാതെ പോയി വെള്ളത്തിൽ മുങ്ങി കുളിച്ചിട്ട് വന്നിട്ട് വീണ്ടും ഇരിക്കും. കാരണം ഇത് അനുഭവിക്കാൻ, ഇത് യോഗീശ്വരന്മാർ, മഹായോഗീശ്വരന്മാർ, അവധൂതന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ട് പോയിട്ടുള്ള സത്യങ്ങൾ അതാണ്. നീ അനുഭവിക്കാൻ എന്തൊക്കെയുണ്ടോ ഈ ഭൂമിയിൽ, അതെല്ലാം നീ ഈ ഭൂമിയിൽ അനുഭവിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അല്ലേ? എന്തൊക്കെയാണ് നീ അനുഭവിക്കാനുള്ളത്, അതെല്ലാം നീ അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ദാമ്പത്യത്തിനകത്ത് ഇങ്ങനൊരു വിഷയമുണ്ട്. ദാമ്പത്യത്തിനകത്ത് നീ ഒരു വിവാഹം കഴിച്ചാൽ ഉത്തമമായി നീ കൃത്യമായി നീ പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാഹം കഴിച്ചാൽ ആ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിൻ്റെ ജീവിതത്തിൽ നീ വിവാഹത്തിൽ സത്യസന്ധത പാലിക്കുകയും ആ വിവാഹ ജീവിതത്തിൽ നിനക്ക് സന്താനങ്ങൾ ജനിക്കുകയാണെങ്കിൽ ആ സന്താനങ്ങളെ വളർത്താനും പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വങ്ങളും അവനെ പഠിപ്പിച്ച് അടുത്തൊരു തലമുറയെ സൃഷ്ടിക്കാനായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കുകയും വേണം. അത് ഒരു ഭർത്താവിൻ്റെയും ഒരു അച്ഛൻ്റെയും ധർമ്മമാണ്, കർമ്മമാണ്. ചില കാര്യങ്ങൾ കൊണ്ട്, വിധി കൊണ്ട് അത് മാറിപ്പോയാൽ അവനുണ്ടാക്കിയ സ്വത്തുക്കൾ മുഴുവൻ അവന് വിട്ടുകൊടുക്കുക കുടുംബത്തിന്. വിധി കൊണ്ട് 2ആയിട്ട് പിരിഞ്ഞ് താമസിക്കാനുള്ള യോഗം വന്നാലും ആ സ്വത്വവും സമ്പാദ്യവും നീ ഉണ്ടാക്കിയത് മുഴുവൻ നിൻ്റെ ആ കുടുംബത്തിന് അർഹതപ്പെട്ടതാണ്, നിൻ്റെ സന്താനങ്ങൾക്ക് അനുഭവപ്പെട്ടതാണ് കൊടുക്കുക. സന്താനങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ടെന്നാണ്. ഇതെൻ്റെ പിതാവ് എനിക്ക് തന്നതാണ്. ഞാൻ എൻ്റെ മാതാവും എൻ്റെ പിതാവും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ഒരുപാട് വിഷയങ്ങളുണ്ടാകാം. പക്ഷേ എനിക്കിപ്പുറത്ത് പിതാവുണ്ട്, എനിക്കിപ്പുറത്ത് മാതാവുണ്ട്. എനിക്ക് മാതാവും പിതാവും ഒരുപോലെയാണ്. ഞാൻ അനുഭവിക്കുന്ന സമ്പത്തുകളൊക്കെ തന്നെ എൻ്റെ പിതാവിൻ്റെയും കൂടെ അധ്വാനമാണ്. അപ്പോൾ എനിക്കൊരു വിവാഹ ജീവിതം വരുമ്പോൾ, എനിക്കൊരു നല്ല കാലം വരുമ്പോൾ, എനിക്ക് ഭൗതികമായിട്ടുള്ള നല്ല ഗുണങ്ങൾ വരുമ്പോൾ ആ ഒരു സ്മരണ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്ത് പറ്റും? ആ പിതൃസ്മരണ, പിതാവിനോടുള്ള സ്മരണ, ഇനി തിരിച്ച് മാതാവാണെങ്കിലും മാതാവിനോടുള്ള സ്മരണ, 2 സംഭവിക്കാമല്ലോ, ഒന്ന് മാത്രമല്ലല്ലോ. ആ സ്മരണ ഇല്ലാതെ പോകുന്ന സന്താനങ്ങൾക്ക് വരാൻ പോകുന്നത് എന്താണ്? ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാകുക, മഹാദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുക, നല്ലൊരു ജീവിതം ഉണ്ടാകാതിരിക്കുക, തനിക്ക് ഉത്തമമായ ദാമ്പത്യങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ഉത്തമമായ സന്താനങ്ങൾ ജനിക്കാതിരിക്കുകയും അങ്ങനെയുള്ള ജനിക്കുന്ന മക്കൾ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി ശരീരത്തിലുള്ള 7000 കോടി നാഗങ്ങളും 72,000 നാഡീഞരമുള്ള ശരീരത്തിലെ കോശങ്ങൾക്ക്, നാഗങ്ങൾക്ക് നാശങ്ങൾ ഉണ്ടാക്കുകയും ജീവിതം നശിച്ചു പോവുകയും ചെയ്യുന്നുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പറഞ്ഞു വന്നത് എന്താണ്? ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള അമിത വാത്സല്യം കൊണ്ട് അവരുടെ ദാമ്പത്യത്തിലേക്ക് കടന്നു കയറുകയും ദാമ്പത്യം എന്താണെന്നും കൂടെ ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇവരുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ കടന്നു കയറുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതകൾ, മറ്റത് ഈ മരുമകൾ മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയാണ്. അവളെ സംബന്ധിച്ചിടത്തോളം അവിടെ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അമ്മായിയമ്മ, ഭർത്താവിൻ്റെ അമ്മ. അവൾ കണ്ടെത്താൻ ശ്രമിക്കും, എൻ്റെ അവരൊക്കെ ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങളുണ്ട്. എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്? ആ കുഴപ്പങ്ങൾ ഭർത്താവിനോട് പറയാൻ നിൽക്കുമ്പോൾ ചില ഭർത്താക്കന്മാർ കേൾക്കും, എൻ്റെ അമ്മ അവരങ്ങനെ തന്നെ, അവരെങ്ങനെയും ആയിക്കോട്ടെ, നീ ഒന്നും ശ്രദ്ധിക്കണ്ട എന്ന് പറയുന്ന ഭർത്താക്കന്മാരും, ഭാര്യ തലയണ മന്ത്രം ചൊല്ലുമ്പോൾ എൻ്റെ അമ്മ ശരിയല്ല, അവരെ നമുക്ക് എങ്ങനെയും ഒതുക്കാം, അവരുടെ സ്വത്ത് കിട്ടണവരെ നമുക്ക് കൂടെ കിടക്കാം എന്ന് പറയുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. ദാമ്പത്യ കലഹങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ സ്വത്തും പണവും സമ്പാദ്യവും ഉണ്ടെങ്കിൽ, അച്ഛൻ ചത്തു കഴിഞ്ഞ് കിട്ടിയ ജോലിയാണ്. അപ്പം അച്ഛൻ്റെ അയാൾ ചത്തെങ്കിലും ഒരാളെ പറഞ്ഞ പോലെ അയാൾ
പെൻഷനാവണതിന് മുമ്പ് ഒന്ന് വെറുതെ കിട്ടിയെങ്കിൽ ഞാൻ പഠിച്ചിട്ട് എത്ര കാലമായിട്ട് നിൽക്കണം സ്വാമി, അയാളൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയേനെന്ന് പറയുന്ന മക്കളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ ജോലി, എന്നിട്ട് ഒരു ദിവസം അച്ഛൻ എൻ്റെ അടുത്ത് വന്നു, ഈ മകനൊരു ജോലി കിട്ടിയില്ല, മകന് നല്ല വിവാഹം കിട്ടിയില്ല, അത് കിട്ടാൻ വല്ല മാർഗമുണ്ടോ സ്വാമി എന്ന് വരുന്ന അച്ഛനും ഉണ്ട്. ആ അച്ഛനൊന്ന് ചത്ത് കിട്ടിയെങ്കിൽ അച്ഛൻ്റെ ജോലി, സർക്കാർ ജോലി കിട്ടുമെന്ന് പറയുന്ന മകൻ. ഇവിടെയാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പം കാലം ഇങ്ങനെ തിരിച്ചു കറങ്ങുവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയല്ലേ കാലം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു കറങ്ങും. അപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. മനുഷ്യൻ്റെ മൂല്യങ്ങളില്ലാതെ പോകുന്ന അവസ്ഥ, ബന്ധങ്ങളില്ലാതെ പോകുന്ന അവസ്ഥ, സൗഹൃദങ്ങൾക്ക് ശക്തിയില്ലാത്ത അവസ്ഥ, സമ്പത്തിന് മാത്രം മൂല്യമുണ്ടാകുന്ന അവസ്ഥ, പറയുന്ന വാക്കിന് വ്യവസ്ഥയില്ലാത്ത അവസ്ഥ. നമ്മൾ ഒരാളോട് നമ്മൾ ഇത്ര മണിക്ക് കാണാം എന്ന് പറഞ്ഞാൽ അത്ര മണിക്ക് കാണണം, കണ്ടില്ലെങ്കിൽ അത് ഭാരമായിട്ട് നിൽക്കും. ഇത്ര രൂപ ഞാൻ ഒരാളുടെ നിന്ന് കടം മേടിച്ചു, ഇന്ന ദിവസം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുന്നത് മാത്രമേ നീ വാങ്ങിക്കാവൂ. നിനക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നീ ആ പണം മേടിക്കരുത്, ഇല്ലേ? ലോൺ എടുക്കരുത്. കടം മേടിച്ച് വണ്ടി മേടിക്കുകയോ ലോൺ എടുത്ത് വീട് വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് ഞാൻ വ്യക്തിപരമായി എതിരെ. എന്തുകൊണ്ടാണ്? എൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരങ്ങളില്ല, കടം കൊണ്ട് മൂടുക എന്ന് ഞാൻ പറയും. നിവൃത്തിയില്ലാതെ പൊട്ടിക്കരയുന്ന ആൾക്കാരുണ്ട്. കടം വന്ന് കയറിക്കഴിഞ്ഞാൽ അത് കടം തന്നെയാണ്, കടം ഒരു ബാധ്യത തന്നെയാണ്. ആ ബാധ്യത ഒരു മക്കളും തീർക്കൂല കടം, അല്ലേ? ഒരു ഭാര്യയും തീർക്കത്തില്ല കടം. പെട്ടെന്ന് മരിച്ചുപോയവർ ബാധ്യത കൊണ്ട്, കടം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവർക്ക് ബാക്കിയുള്ളവർക്ക് ദുരന്തം കൊടുത്തിട്ടല്ലേ പോവുക. ഈ കാഴ്ചപ്പാടുകളില്ലാത്ത ബിസിനസ് ചെയ്യുകയും കണക്കുകൂട്ടലില്ലാത്ത ബിസിനസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വന്നു കയറുന്ന കടത്തിന് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ള. പലതിനും പൂജ പരിഹാരം ചെയ്ത് കടബാധ്യത തീർക്കാമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ കടബാധ്യത തീരത്തുമില്ല. പൂജ പരിഹാരങ്ങൾ ചെയ്ത് ഒരു കടവും തീർക്കാമല്ല. നമ്മൾ അധ്വാനിച്ച് കർമ്മങ്ങൾ ചെയ്യാം, പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യാം. ചെയ്തതിന് ശേഷം ഹൈന്ദവ വിശ്വാസങ്ങൾക്കനുസരിച്ച്, സങ്കല്പങ്ങൾക്കനുസരിച്ച് ശുദ്ധി കലശമൊക്കെ നടത്തിയിട്ട് നമ്മൾ ഊർജ്ജം കണക്കിലെടുത്തുകൊണ്ട് ഈ കടം തീർക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യാം. ഇത് കടം വന്ന് കയറിയാൽ സ്വാമി ഒരു ലക്ഷ്യമില്ല, ഭൂമി വിറ്റേ പറ്റൂ. പൂർവികന്മാരുണ്ടാക്കിയ ഭൂമി ആണ്. ഭൂമി വിൽക്കാമെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുതെന്ന് ഞാൻ ആദ്യമേ പറയും. അതങ്ങ് വിറ്റ് തൊലച്ച് അതുകൂടെ പോയി കയ്യിൽ നിന്ന് ഓരോ ദിവസവും ഭൂമിക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെങ്കിലും ഭൂമി വിറ്റ് കടം തിരിച്ച് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാമെന്നാണോ വിചാരിക്കുന്നത്? കാരണവന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത്, ആ സ്വത്തുക്കൾ അച്ഛൻ, അമ്മയുടെ അമ്മ 2-3 തലമുറകളായിട്ട് വന്നു ചേർന്ന സ്വത്ത് നമ്മളെ പിടിപ്പുകേട് കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പോവുകയാണ്. കടം കൊണ്ട് കീടും, ബാങ്കുകാർ കൊണ്ടുപോകും, ഇല്ലേ? ബാങ്ക് ജിപ്തി ചെയ്യുന്ന ബാങ്കിൻ്റെ അയാളെ മണ്ണ് വാരിയിട്ട് ശപിച്ചിട്ട് കാര്യമില്ല. കാരണം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർ തരുന്ന പണത്തിന് ഈടായിട്ട് നമ്മൾ നൽകുന്നതാണ്. ഞാൻ പണം തന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഭൂമി എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം അവർ വരുമ്പം കഴുത്തിറക്കാൻ നിന്നാൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അത് നഷ്ടപ്പെടാനുള്ളതാണ്. കാരണം നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് നിനക്ക് അധ്വാനിക്കാനായിട്ടുള്ള ആരോഗ്യം, അധ്വാനിക്കാനുള്ള മനസ്സും തന്നിട്ടുണ്ടെങ്കിൽ നീ അധ്വാനിച്ച് കടം തീർക്കൂ. കുട്ടികളെ ലോൺ എടുത്ത് കുട്ടികളെ പഠിപ്പിക്കും. പകുതിയാകുമ്പോൾ കുട്ടികൾ വിദ്യാഭ്യാസം നിർത്തും. കുട്ടികൾക്ക് അത് പഠിക്കാൻ പറ്റില്ല. വിദേശത്തൊക്കെ പഠിക്കാനായിട്ട് വിട്ടിട്ട് അവിടെ കിടന്ന് ഈ കാനഡയിലൊക്കെ പോയി കിടന്നിട്ട് എന്തോരം കുട്ടികളാണ് വിളിക്കുന്നത്, എന്തോരം മാതാപിതാക്കളാണ് കഷ്ടപ്പെടുന്നത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പഠിപ്പിരുന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ പോരെ കുട്ടികളോട്? ഇന്ത്യയിലില്ലാത്ത വിദ്യാഭ്യാസമോ ഇന്ത്യയിൽ കിട്ടാത്ത എന്തെങ്കിലും പുറത്ത് കിട്ടുന്നു നമ്മൾ വിചാരിക്കുന്നുണ്ടോ? എത്രയോ പാവപ്പെട്ട കുട്ടികൾ പഠിച്ച് എൻട്രൻസ് പാസ്സായിട്ട് മിടുക്കനായിട്ട് പഠിക്കുക. ഇത് അഡീഷണൽ ആയിട്ടുള്ള പണം കൊടുത്ത് പഠിപ്പിക്കുക, ഇല്ലാത്ത പണം ഉണ്ടാക്കി പഠിക്കുക, ബാങ്കിൻ്റെ ലോൺ എടുത്ത് പഠിപ്പിക്കുക. ജോലി കിട്ടിയാലും എത്ര കാലം അടച്ചാലും തീരാത്ത ബാധ്യതകൾ. കല്യാണം കഴിക്കാൻ പോലും പറ്റില്ല. കാരണം ലോണ് തീർന്നിട്ട് പഠിക്കാനായിട്ട് ലോൺ എടുത്ത സ്വാമി പഠിത്ത വിദ്യാഭ്യാസം സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്, പക്ഷേ ജോലി കിട്ടിയില്ല. ഇനി കല്യാണം കൂടെ കഴിക്കണമെങ്കിൽ അതിന് വേറെ പണം വേണം. നമ്മൾ ബുദ്ധിപൂർവമായിട്ട് ചിന്തിക്കാതിരിക്കുകയും ബുദ്ധിപരമായിട്ട് ജീവിക്കുന്നുള്ള കാഴ്ചപ്പാടുകളില്ലാതിരിക്കുകയും വിദ്യാഭ്യാസമാണ്, സർട്ടിഫിക്കറ്റാണ് ഏറ്റവും വലിയ, ബിരുദ സർട്ടിഫിക്കറ്റാണ് ജീവിതത്തിലെ ഏറ്റവും വലുതാണെന്ന് വിചാരിക്കുകയും എന്ത് ജോലി ചെയ്താലും നമുക്ക് അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ, സത്യവും നീതിയും ധർമ്മത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളെ ഒന്നും ബാധിക്കില്ല. വിദേശങ്ങളിൽ നിന്നും ഇപ്പോൾ ആരെയും ആവശ്യമില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വിദേശത്ത് നിന്നൊക്കെ എല്ലാവരും പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകൻ വിദേശത്ത് ഇന്ന ഓസ്ട്രേലിയയിലാണ്, കാനഡയിലാണ്, അമേരിക്കയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മുമ്പിൽ വന്ന് തേങ്ങിക്കരയുന്ന, നിവൃത്തിയില്ലാതെ അവിടെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത അലയുന്ന
ഗതികെട്ട് ജീവിതം മാറിപ്പോകുന്ന പെൺകുട്ടികളായാലും വലിയ കഷ്ടമാണ് അവിടെ, ആൺകുട്ടികളാണെങ്കിലും അത് തന്നെ. ഇത്തരം അഗാധമായ ജീവിതത്തിൻ്റെ ഗർത്തങ്ങളിലേക്ക് പോയി വീണുകൊണ്ട് നിലനിൽക്കാൻ പോലും തിരിച്ചു വരാൻ പോലും കഴിയാൻ പറ്റാത്ത വിധത്തിലുള്ള ഏതെങ്കിലും ഏജൻസികളുടെയൊക്കെ പിടിയിൽ പോയി അവരുടെ വാക്കുകളൊക്കെ വിശ്വസിച്ച് അവർക്ക് കുറേ പണം കൊടുത്ത് അവരെവിടെയെങ്കിലും കൊണ്ട് ഇറക്കിയിട്ട് പോകുമ്പോൾ ഈ നമ്മുടെ മാടുകളെ കൊണ്ട് അറവ് മാടുകളെ കൊണ്ട് വെട്ടാനായിട്ട് എവിടെയെങ്കിലും ലോറി കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പോകുന്ന പോലെ ഇങ്ങനെ കുട്ടികളെ കൊണ്ട് അവിടെ ഇട്ടിട്ട് പഠിപ്പിച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്തരം കാര്യങ്ങൾ നമ്മളെ ലോകത്തിൻ്റെ ഗതി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഇന്ത്യയിലും കേരളത്തിലും കിട്ടാത്ത, അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയുടെ ഏത് ഭാഗത്താണെങ്കിലും കിട്ടാത്ത ഒരു വിദ്യാഭ്യാസവും കടൽ കിടന്ന് അപ്പുറത്തേക്ക് പോകാൻ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കരുത്. മാതാപിതാക്കൾക്ക് മറ്റുള്ളവരോട് പറഞ്ഞ് ആനന്ദിക്കാനും ഇവൻ വിദേശത്താണ്, അവൻ അവിടെ ഡോക്ടറാണ്, ഇവിടെ അതാണ്, ഇവിടെ ഇതാണെന്നൊക്കെ പറഞ്ഞാലും ഒരു സമാധാനമില്ലാതെ ജീവിതത്തിൻ്റെ അവസാന കാലം ഒന്ന് കൈപിടിച്ച് നടക്കാനോ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് തരാനോ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമെന്ന് അനുഭവിക്കാനോ കൊച്ചുമക്കളെ കാണാനോ കഴിയാതെ നരച്ചുപോയ മനസ്സും നരച്ചുപോയ തലനാരികളും നരച്ചുപോയ കൃഷ്ണമണികളുമായിട്ട് വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരുപാട് വൃദ്ധ ദമ്പതിമാരെയും വൃദ്ധകളെയും ഒക്കെ കാണുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുവാണ്. എനിക്ക് 63 വയസ്സായി, വാർദ്ധക്യമുണ്ട്. ഞാനും ടീച്ചറും മാത്രമേ ഉള്ളൂ. ദൂരോട്ടൊന്നും നോക്കിയിരിക്കേണ്ട ഒന്നുമില്ല, ദൂരോട്ടൊക്കെ നോക്കിയിരിക്കാൻ ആരുമില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്താണ് പറയുന്നത്? എൻ്റെ മുമ്പിൽ വരുന്ന അതിഭീകരമായ വിഷയങ്ങൾ, മനുഷ്യൻ്റെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വിപത്തുകൾ, മറുപടി ദൈവത്തിനെ വിളിച്ചൊന്നും ഒരു കാര്യമില്ല. ദൈവത്തിനെ വിളിച്ച് ദൈവം എല്ലാം കേട്ടുകൊണ്ടിരിക്കും. നിൻ്റെ കർമ്മം, നിൻ്റെ പൂർവ്വജന്മ കർമ്മം നിൻ്റെ വിധി പോലെ വരട്ടെ. ഞാൻ കൂടിപ്പോയാൽ ഞാൻ പറയും, നിൻ്റെ തലവിധി ബന്ധിച്ച് കിടക്കുകയാണോ? തലക്കാവേരി പോയിട്ട് ഔഷധ ജലത്തിലൊന്ന് കുളിച്ച് തലയിൽ വെള്ളമൊഴിച്ചാൽ വിധികർമ്മത്തിന് മാറ്റം വരും എന്നുള്ള ചില കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അവരോട് ഞാൻ പറയും, നിങ്ങളെ വിധി ബന്ധിച്ച് കിടക്കുകയാണ്, പൂജ പരിഹാരങ്ങളൊന്നുമില്ല. പൂജ ചെയ്താൽ പൂജാരിക്ക് കുറച്ച് പൈസ കിട്ടും, ഞാൻ ഫലം പറഞ്ഞാൽ എനിക്കും കിട്ടും ഇത്തിരി പൈസ. ഇതുകൊണ്ടത് മുമ്പിലോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളൊരു വിധിയെ വിശ്വസിച്ചുകൊണ്ട് തലക്കാവേരി പോയി ഒന്ന് കുളിക്കുക. പിന്നെ നാഗമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, നാഗനിർമ്മിതമാണ് ശരീരം, നാഗനിർമ്മിതമായിട്ടുള്ള സർപ്പമന്ത്രം ജപിക്കുകയും കുക്കി സുബ്രഹ്മണ്യത്തിൽ സർപ്പസംസ്കാര പൂജ ചെയ്യുകയും അമിതമായ വ്യയം ശരീരത്തിലുണ്ടാകുന്ന പൂർവ്വജന്മ വ്യയമുണ്ടെങ്കിൽ തിരുവണ്ണാമലയിൽ പോയിട്ട് ഒരു രാത്രി മുഴുവൻ 10-15 കിലോമീറ്റർ ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കൂടെ നടന്ന് ഒരു അസ്തമയം മുതൽ ഒരു ഉദയം വരെ നടന്നു വരുമ്പോൾ അവിടെ വീഴുന്ന വിയർപ്പ്, അവിടെ വീഴുന്ന ശ്വാസത്തിൻ്റെ ഇതെല്ലാം തന്നെ, പിന്നെ ദർശനങ്ങൾ, ഇതൊക്കെ തന്നെ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. അല്ല നമ്മളൊരു വീട്ടിൽ കുറേ പൂജ നടത്തിയെന്ന് വിചാരിച്ചൊന്നുമില്ല. പിന്നെ പിതൃഹോമങ്ങളും പിതൃകർമ്മങ്ങളും ഒക്കെ ചെയ്ത് പിതൃക്കളെ ലയിപ്പിക്കുന്ന താന്ത്രിക കർമ്മങ്ങളുണ്ട്. അല്ലാതെ കുറേ ബലിയിട്ട് 1000 പേര് ഇരുത്തിക്കൊണ്ടൊരു ബലിയിട്ടാലൊന്നും അതിന് ഫലം ചെയ്യത്തില്ല, ഗുണം ചെയ്യത്തില്ല. എൻ്റെ അനുഭവത്തിലുള്ള കാര്യവും പറയുന്നത്. താന്ത്രികമായ ചില കർമ്മങ്ങളുണ്ട്. ഈ മോക്ഷപ്രാപ്തി കൊടുക്കുന്ന ചില ചടങ്ങുകളുണ്ട്. അതൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്ന എൻ്റെ അടുത്ത് വരണവർക്കറിയാം. ഞാനത് ചിലർക്ക് അത്യാവശ്യമുള്ളവർക്ക് ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊക്കെ ഒരുപാട് ചിലവ് മാത്രമല്ല, അതിൻ്റെയൊക്കെയുള്ള സാധനങ്ങൾക്കെല്ലാം വലിയ പ്രയാസങ്ങളാണ്. മോക്ഷപ്രാപ്തി. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഏതാണ്? മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കണം, മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കണം, മക്കൾ അവർക്ക് ജനിക്കുന്ന കുട്ടികളെ സ്നേഹിക്കണം, വന്നു കയറുന്ന പെണ്ണിനെ സ്നേഹിക്കണം. പെണ്ണ് ആ വീട്ടിലെ കുടുംബത്തിലെ വിളക്കാണ്, ഇല്ലേ? എല്ലാവരെയും സ്നേഹിക്കണം. സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരം ദൈവം നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഒരു അപ്പക്കഷ്ടം പോലെ ഇങ്ങനൊരു സ്നേഹം എന്ന് പറഞ്ഞൊരു വികാരം ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് സമാധാനവും ശാന്തിയോട് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴല്ലേ ജീവിതം ഉണ്ടാകുന്നത്. അല്ലാതെ കണ്ടില്ലേ, ഒരു ചായ ഇട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞ് മകൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ 2 കൊച്ചുമക്കളുടെ മുമ്പിലിട്ട് വെട്ടിക്കൊന്ന് പകയോടുകൂടി നിൽക്കുന്ന അമ്മായിയും, അവർക്ക് മാനസികമായ തകരാറുണ്ടോ? കാരണം അവർ എത്രയോ കാലമായി അടക്കി വെച്ച ഈ മരുമോൾ എങ്ങനെ പെരുമാറുമെന്നുള്ള രണ്ടാമത്തെ കാര്യം. അവരെത്രയോ കാലമായി അടക്കി വെച്ച് അവരുടെ ആ ധാർമ്മിക രോഷം, അവരുടെ മാനസിക നില തെറ്റിച്ച് കളഞ്ഞു, അല്ലേ? അമ്മമാരെ ഈ വൃദ്ധയായ മാതാവ്, ഞാൻ ഈ അടുത്ത കാലത്തൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എല്ലാം തോലുമായ ഒരു സ്ത്രീ വന്നിട്ട് സാരി ഇങ്ങനെ മടക്കി കെട്ടിക്കൊണ്ട് ചൂരൽ കൊണ്ട് അടിക്കുന്നു. അവർ അലറി നിലവിളിച്ച് കരയുകയാണ്. ഭർത്താവിൻ്റെ അമ്മയാണ്. അവിടെ അത് നടപ്പുണ്ട്, അല്ലേ? കുട്ടികളോട് നീചമായി പെരുമാറുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരിടത്ത് ഞങ്ങളവിടെ പണ്ടൊരാൾ വാടകയ്ക്ക് താമസിച്ചിരുന്നു. അവിടെ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കൊച്ചുകുട്ടി. അവൾക്ക് അന്ന് എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോകാത്തൊരു കാര്യമാണ്. ആ കുട്ടി എന്തോ ഒരു തെറ്റ് ചെയ്തപ്പോൾ ഞാൻ ഒരു അലറി വിളിക്കുന്ന ശബ്ദം കേട്ടു കുട്ടിയുടെ. അവിടെ ഒരു പെറ്റിക്കോട്ടാണ്. പെറ്റിക്കോട്ടെന്ന് പറഞ്ഞാൽ സാധനം മാത്രമേ ധരിച്ചിട്ടുള്ളൂ. നല്ല ഉണ്ടക്കണ്ണുള്ള കറുത്ത മുട്ടയടിച്ച ഒരു കൊച്ചു പെൺകുട്ടിയാണ്. അയാളൊരു വിറകെടുത്തിട്ട് ആ കുട്ടി ഒരൊറ്റ അടിയിൽ ആ കുട്ടി നിലത്ത് വീണ് പിടയുന്നത് ഞാൻ കണ്ടു. അയാൾ അവസാനം അനുഭവിച്ചാണ് മരിച്ചത്. ആ കുടുംബം മുഴുവൻ പോയി.
ഞാൻ ആ ജനലിൽ കൂടെ അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാനിങ്ങനെ നിന്ന് വിറയ്ക്കുകയായിരുന്നു. അപ്പോൾ അത്രയും നിഷ്ഠുരമായിട്ടുള്ള മനസ്സുള്ള മനുഷ്യരുണ്ട്. ആ കുട്ടി അച്ഛനില്ല അമ്മയില്ലാതെ ആ തമിഴ്നാട്ടിൽ നിന്നെങ്ങാണ്ട് കൊണ്ടുവന്ന് നിർത്തിയവരാണ്. ഈ തക്കലയെങ്ങാണ്ടാണ് ആ കുട്ടിയുടെ വീട്. കൊച്ചു കുട്ടിയാണ്. പെറ്റിക്കോട്ടെന്ന് പറയുന്നത് നമ്മൾ ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയെ ഇങ്ങനെ ഓർക്കും. കാരണം എൻ്റെ ഒരു ബാല്യത്തിൽ ഞാൻ കണ്ട ഒരു കുട്ടിയാണ്. അവരപ്പുറത്തെ വീട്ടിൽ അമ്മ വാടകയ്ക്ക് കൊടുത്തിരുന്നപ്പോൾ അവിടെ താമസിച്ചത്. അയാളൊരു നീചനായ ഒരു മനുഷ്യൻ. അയാൾ പിന്നെ അധികകാലം ജീവിച്ചില്ല, അവരും ജീവിച്ചില്ല. ബാക്കി അവരൊക്കെ പിന്നെ അവിടെ നിന്ന് വിട്ടുപോവുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ അനുഭവങ്ങളെ മനുഷ്യനെ ഉപദ്രവിക്കുന്നതിനൊരു പരിധിയില്ലേ അല്ലേ? അടിക്കുകയും കുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ, വെട്ടിക്കൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തൊരു മനുഷ്യരാണിത്, എന്തൊരു മനുഷ്യരാണ്, നീചരായ മനുഷ്യർ. ഒന്നാമത് ഈ വാർദ്ധക്യമുള്ളവരെയൊക്കെ ഇട്ട് അടിക്കണത് എന്തിനാണ്? എന്ത് മോശം. അതുകൊണ്ട് എന്താണ് നേടുന്നത്? മനുഷ്യൻ എന്താണ് നേടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിഷ്ണു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡോക്ടറുണ്ട് പെരിന്തൽമണ്ണയിൽ, എൻ്റെ ഡയബറ്റിക്കിൻ്റെ ഡോക്ടറാണ്. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് ഡോക്ടർ. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണാനായിട്ട് അവിടെ ചെല്ലും. കുറച്ച് നേരമൊക്കെ സംസാരിക്കും. ഭയങ്കര പോസിറ്റീവ് എനർജിയുള്ള ചില മനുഷ്യരുണ്ട്. ആ ഡോക്ടർ അങ്ങനെയാണ്. കുറച്ച് നേരം നല്ല തിരക്കുള്ള ഡോക്ടറാണ്. എന്നാലും ഞാൻ സമയമെടുത്ത് ഒരു അരമണിക്കൂർ ചെല്ലും. സംസാരിച്ചിട്ട് നമുക്ക് തിരിച്ചു വരുമ്പം മനസ്സിന് കിട്ടുന്ന ഒരു ശാന്തിയുണ്ട്. നമ്മളെപ്പോഴും പോസിറ്റീവ് എനർജിയുള്ള ആൾക്കാരുമായിട്ട് കുറേ നേരം സംസാരിച്ച് നോക്കിയേ, ഒരു മരുന്നും വേണ്ട, മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നൊരവസ്ഥ, ആരോടും സ്പർദ്ധയില്ലാത്ത, ഒന്നും പിടിച്ചു നേടാൻ പറ്റാത്ത, ഒരു സംഘർഷങ്ങളുമില്ലാത്തൊരു മനസ്സ്. നമ്മളിപ്പോൾ ഇതാ ഈ നിമിഷം ജീവിക്കുന്നു, അടുത്ത നിമിഷം നമ്മൾ ജീവിക്കുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. ഈ നിമിഷം നീ സന്തോഷിക്കൂ. നീ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എനിക്ക് നീ ആ പശ്ചാത്താപം കൊണ്ട് നീ നിൻ്റെ മനസ്സിനെ മാറ്റണം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കൂ അല്ലേ? ഞാൻ ദേഷ്യപ്പെടും, എനിക്ക് സങ്കടം വരും. ഞാൻ പെട്ടെന്ന് തന്നെ അവർ ഫോൺ വെച്ചാൽ ഞാൻ പറയും, ഈശ്വര അവർക്കൊരു ദുഃഖം തോന്നരുതെന്ന് തോന്നും. കാരണം ഞാൻ അങ്ങനെയാണ് പെരുമാറണേ. കാരണം പരിഹാരമില്ലാത്തവരൊക്കെ പരിഹാരം വേണം. ഒരു അനീഷ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് എന്നെ. എനിക്ക് ആ ഫോൺ, ഞാനിപ്പോൾ ഫോൺ എടുക്കും, പരിഹാരമില്ല, പരിഹാരം വേണ്ടേ? എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു ബോധം എൻ്റെ ചിന്തയിൽ അതില്ല. അദ്ദേഹം നല്ല ദുരിതം അനുഭവിക്കുന്ന ആളാണ്. അതിനെനിക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാനില്ല, എനിക്ക് പറ്റണ്ടേ? എൻ്റെ തന്നെ പല ചോദ്യത്തിനും പരിഹാരമില്ല, പലതിനുമില്ല. ടീച്ചറിൻ്റെ പല കാര്യത്തിനും എൻ്റെ ചോദിക്കും, സ്വാമി അങ്ങനെ എന്നെ കൊണ്ട് പറ്റൂല, അറിഞ്ഞൂടാ. എന്നാൽ ചിലത് കണ്ടുപിടിക്കുകയും ചെയ്യും, ചിലത് രക്ഷപ്പെട്ടിട്ടുമുണ്ട്, ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. എത്രയോ കാലത്തിന് മുമ്പ് ഞാൻ ഒരാൾക്കൊരു സാധനം എഴുതി കൊടുത്ത അതുമായിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരാൾ വന്നിരുന്നു ഇവിടെ. ഇപ്പം മുറിപ്പാലത്തടി മാടന്തപുര ക്ഷേത്രത്തിൽ. ഞാനിപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. കാരണം എനിക്ക് ഇങ്ങനെ ഇരുന്ന് കേൾക്കാൻ വയ്യ മനുഷ്യൻ്റെ ദുഃഖങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം, നല്ലതായിരിക്കും. സ്പർദ്ധയില്ലാതിരിക്കുന്നത്, നമുക്കൊരാളോട് അസൂയ തോന്നാതിരിക്കുന്നത് നല്ലതായിരിക്കും. എന്തിന് അസൂയപ്പെടണം? അവൻ നല്ലതായിരിക്കണമെങ്കിൽ അവൻ നല്ലതായിരുന്നോട്ടെ. നമുക്ക് ചിലരോട് ഒരു ദേഷ്യവും കാണൂല. എനിക്ക് പണ്ടുണ്ടായിരുന്നു, ആരോടെങ്കിലും ഒരു കാര്യമില്ലാതെ ഒരുത്തരോട് ദേഷ്യം തോന്നുക. അതൊക്കെ ഞാൻ മാറ്റി. അതൊന്നും ശരിയല്ല. നമുക്കെന്തിനാ അവനോട്, അയാളെ നമ്മളോട് വല്ലതും ചെയ്തോ? അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാനും, എല്ലാവരുടെ ദുഃഖങ്ങളിലും ഒരു സ്പർശം കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു സഹായം കൊടുക്കാനും, നമ്മൾ അവനെ ഒന്ന് ചേർത്ത് പിടിക്കാനും അല്ലേ? ഈശ്വരൻ നമ്മളിപ്പോഴും 63 വയസ്സായി എനിക്ക് ചിലരോട് ഞാൻ പറയും ചില കാര്യങ്ങൾ സംസാരിക്കും. ഇപ്പോൾ ഈ മൊബൈൽ എടുക്കണില്ല, മൊബൈൽ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, മൊബൈലില്ല. അതിന് വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പർ കൊടുക്കാൻ തരാമെന്ന് വിചാരിച്ചാണ്, മറന്നു അത് കൊണ്ട് തരണം. ലാൻഡ് ഫോണിൽ വിളിച്ചാൽ കിട്ടുമല്ലോ. മൊബൈൽ എടുക്കാൻ പറ്റില്ല, ഞാൻ വല്ലപ്പോഴും മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം മൊബൈൽ തറ വീണ് പൊട്ടി വന്നു, അത് രണ്ടാമത് ശരിയാക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അച്ഛനമ്മമാരെ സ്നേഹിക്കാനും, മകൻ കല്യാണം കഴിച്ചാൽ മരുമകളെ സ്നേഹിക്കാനും, മകൾ കല്യാണം കഴിച്ചാൽ മരുമകനെ സ്നേഹിക്കാനും, ഉണ്ടാകുന്ന സ്വത്തിനും പണത്തിനും വേണ്ടി വഴക്ക് കൂടാതിരിക്കാനും, ഉള്ള സ്വത്തുക്കൾ എല്ലാവരും കൂടെ വീതം വെച്ച് കൊടുത്ത് എല്ലാവരും സന്തോഷമായിട്ട് കഴിയണമെന്ന് വിചാരിക്കാനും, ഇനി ആരുമില്ലെങ്കിൽ ഏതെങ്കിലും ഗാന്ധി ഭവനിൽ പോയിട്ട് മര്യാദയ്ക്ക് കിടന്ന് ആ മോക്ഷപ്രാപ്തി, ഈശ്വര എന്നെ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് വിളിക്കണേ, എനിക്ക് ജീവിതം എല്ലാ സൗഭാഗ്യങ്ങളും സൗന്ദര്യവും കണ്ട് എനിക്ക് മതിയായി എന്ന് ഈശ്വരനോട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങണം. പിന്നെ പ്രശ്നമില്ലല്ലോ. അല്ലാതെ വെട്ടാനും കൊല്ലാനും അസൂയയും കുശുമ്പും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് എന്തിനാണ്? എൻ്റെ മനസ്സൊരു വല്ലാത്ത മാനസികാവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരുടെ ദുഃഖങ്ങൾ കേട്ട് ഒരു പരിഹാരങ്ങളൊന്നുമില്ല. എന്തായാലും ഞാൻ ഈ അമ്മമാർ മക്കളെ സ്നേഹിക്കട്ടെ, മരുമക്കളെ സ്നേഹിക്കട്ടെ, കൊച്ചുമക്കളെ സ്നേഹിക്കട്ടെ, പിതാക്കന്മാരെ സ്നേഹിക്കട്ടെ, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.